കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം ഇത്തവണ ഉണ്ടാവില്ല. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന് കാരണം ഇവിടുത്തെ ഇന്നത്തെ സിറ്റുവേഷൻ, പ്രത്യേകിച്ച് പർട്ടിക്കുലർലി നമ്മുടെ തൃശ്ശൂർ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ സ്വാധീനം, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്വാധീനം കുറഞ്ഞു പോയതുകൊണ്ട് പരാജയപ്പെട്ടതല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഒരൊറ്റകക്ഷിയാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും അന്ന് ഇത്തവണ ഞങ്ങളൊന്ന് മാറി ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങിയതാണ്. പക്ഷേ ആദ്യ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് LDFന്റെ VS സുനിൽകുമാറാണ്. നമ്മളോടൊപ്പം VS സുനിൽകുമാർ ശരിയാണ്. ഇന്നലെ പ്രഖ്യാപനം വന്നതിനിടെ തൊട്ട് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന് വലിയ രീതിയിലുള്ളൊരു റിയാക്ഷനാണ് കണ്ടത്. ആളുകൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നതായി കണ്ടു. അത് തന്നെയായിരിക്കും തൃശ്ശൂരിന്റെ വികാരം. ഞാൻ എന്നാൽ നമ്മൾ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ 40,000-40,000 ആൾക്കാർ അതിനകത്ത് ഉടനെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അതൊരു നല്ല പ്രതീക്ഷയാണ്. കാരണം തൃശ്ശൂരത്തെ ജനങ്ങൾക്ക് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കണം എന്നുള്ള വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം ഇത്തവണ ഉണ്ടാവില്ല. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന് കാരണം ഇവിടുത്തെ ഇന്നത്തെ സിറ്റുവേഷൻ, പ്രത്യേകിച്ച് പർട്ടിക്കുലർലി നമ്മുടെ തൃശ്ശൂർ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ സ്വാധീനം, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്വാധീനം കുറഞ്ഞു പോയതുകൊണ്ട് പരാജയപ്പെട്ടതല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഒരൊറ്റകക്ഷിയാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും അന്ന് ഇത്തവണ ഞങ്ങളൊന്ന് മാറി ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. ഇത്തവണ അതിന് നേരെ വിരുദ്ധമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമാണ് വേണ്ടത്. പ്രത്യേകിച്ച് ചാഞ്ചാട്ടം അല്ലെങ്കിൽ ചാഞ്ചാടി സംസാരിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു സംവിധാനത്തെ പറ്റിയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. വളരെ ദൃഢനിശ്ചയത്തോടുകൂടി നരേന്ദ്രമോദി അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തിനെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയമാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ നാട് ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ചാഞ്ചാട്ടമില്ലാതെ സംസാരിക്കാനും നിലപാട് സ്വീകരിക്കാനും കഴിയണം. മൃദുല മനോഭാവത്തോടു കൂടിയിട്ടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്. അതിൽ കർക്കശമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്നുള്ളത് കേരളത്തിലെ മതേതര വിശ്വാസികൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ അവർ ധരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും അധികം ഇടതുപക്ഷ MPമാരെ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ പറ്റി ചിന്തിച്ചതിന് സമാനമായ രീതിയിൽ തവണ ഇടതുപക്ഷത്തെ പറ്റി ജനങ്ങൾ ചിന്തിക്കും. കഴിഞ്ഞ തവണ നമുക്ക് ഒരു മൊത്തത്തിലൊരു UDF തരംഗം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തൃശ്ശൂരിൽ വലിയ രീതിയിൽ നമ്മുടെ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു. സ്വാഭാവികമായി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സിനിമാ താരം കൂടി BJP സ്ഥാനാർത്ഥിയായി എത്തിയതുകൊണ്ടാകാം അത്തരത്തിൽ നമ്മൾക്കൊരു ഇടിവുണ്ടായത്. അത് കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ ഇത്തവണ കഴിയുമെന്ന് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ കാര്യമായിട്ടുള്ള ഇടിവൊന്നും ഇടതുപക്ഷത്തിന് സംഭവിച്ചു എന്ന് പറയാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിയും. കാരണം അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള അസംബ്ലി ഇലക്ഷനിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള 7 MLAമാർ LDFന്റെ MLAമാരാണ്. ഇപ്പോൾ എനിക്ക് 90% പഞ്ചായത്ത് പ്രസിഡന്റുമാരും LDFന്റെ പ്രസിഡന്റുമാരാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ LDFന്റെ കയ്യിലിരിക്കുകയാണ്. നമ്മുടെ സിറ്റിംഗ് MP തന്നെ മത്സരിക്കുമെന്നാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സിറ്റിംഗ് MP സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു BJP കോൺഗ്രസ് മത്സരം എന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്താൻ അദ്ദേഹം നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹം തുറന്നു അങ്ങനെ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി എത്തും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ കഴിയുമോ? അല്ല, അതിപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ കൊല്ലം അദ്ദേഹം ജയിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് LDF ആയിരുന്നു. അപ്പം BJP 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം 5 കൊല്ലം MP ആയി പ്രവർത്തിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ BJP വളർന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പറയേണ്ട കാര്യമാണ്. അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? BJPയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അദ്ദേഹത്തിന്റെ മാത്രം മണ്ഡലത്തിൽ BJP ശക്തിപ്പെട്ടു എന്ന് എന്തിനാണ് TN പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എനിക്കൊന്നും അവരെ പാർട്ടി അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മളെല്ലാം മത്സരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോരാടുന്നത് BJPയുടെ
ഈ രാഷ്ട്രീയത്തിനെതിരാണെന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. പക്ഷേ ഇന്ത്യ മുന്നണി അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ LDFന്റെയും UDFിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളെങ്കിലും കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളം, പശ്ചിമ ബംഗാൾ പോലെയുള്ള പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും അങ്ങനെ വരും. പിന്നെ BJPക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും വോട്ടിംഗ് പാറ്റേണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മത്സരം LDF UDF തമ്മിൽ തന്നെയാണെന്ന കാര്യം സംശയമില്ല. ഇപ്പം ഗ്യാസിന്റെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് പാചകവാതകത്തിന്റെ. പക്ഷേ ഭാരത് റൈസ് ഇറക്കിക്കൊണ്ട് ഉള്ള പ്രചാരണം BJP നടത്തുകയും ചെയ്തു. അതായത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റു തരത്തിലുള്ള പ്രചാരണം, പ്രത്യേകിച്ച് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് ഈ അരി വിതരണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വോട്ടായി മാറ്റാൻ കഴിയുമെന്നായിരിക്കും അവരുടെ പ്രതീക്ഷ. അതിനെയാണ് കാണുന്നത്. നമ്മൾ ഈ വോട്ട് എന്ന് പറയുന്ന കാര്യം ജനങ്ങളോട് വെറുതെ എന്തെങ്കിലും കണ്ടു കൊടുക്കുന്നതൊന്നുമല്ല. ജനങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും ഒരു തീരുമാനം എടുത്തിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. പല ഘടകങ്ങൾ അതിനകത്തുണ്ടാവും. അതിൽ ജനങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം, കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു കേന്ദ്ര പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ BJP അധികാരത്തിൽ വരുമ്പോൾ ഡീസലിന്റെ വില എത്രയായിരുന്നു? ഇന്ന് ഡീസലിന്റെ വില എത്രയാണ്? പെട്രോളിന്റെ വില അന്ന് എത്രയായിരുന്നു? ഇന്നത്തെ വില എത്രയാണ്? സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് 400 ചില്ലാൻ രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുക്കിംഗ് ഗ്യാസ് ഇപ്പോൾ 1000-ലധികം രൂപയാണ്. 8 കൊല്ലം മുമ്പാണ് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ കുക്കിംഗ് ഗ്യാസിന്റെ സബ്സിഡി നിങ്ങളുടെ വീടിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു പറഞ്ഞു. എത്ര വീടുകളിൽ ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി കിട്ടുന്നുണ്ട്? അപ്പോൾ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വിലക്കയറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല, ഇന്ത്യ മുഴുവൻ വലിയ വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ കേന്ദ്രത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് പെട്ടി ഓട്ടോറിക്ഷയിൽ നരേന്ദ്രമോദിയുടെ പടം വെച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെ കുറേ സ്ഥലങ്ങളിൽ കുറച്ച് അരി കൊണ്ടുകൊടുക്കുക, ഡൊപ്പി അരി കൊണ്ടുകൊടുക്കുക എന്നുള്ളതല്ല BJP ഗവൺമെന്റിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ടത് എന്താണ്? ഈ വിലക്കയറ്റം തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഓപ്പൺ മാർക്കറ്റിംഗ് സ്കീം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനങ്ങൾ കൊടുക്കണം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ നിന്ന് കേരളത്തിലെ സപ്ലൈകോനും കേരള ഗവൺമെന്റിനും ടെൻഡർ ചെയ്ത് ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള അവസരം നിഷേധിച്ചു. ഒരു ഉത്തരവിലൂടെ നിഷേധിച്ചു. എന്നിട്ട് ആ അവസരം കൊടുക്കുന്ന ആർക്കാണ്? ഈ ഇന്ത്യയിൽ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതിന് കാരണക്കാരായിരിക്കുന്ന റിലയൻസിനെ പോലെയുള്ള കമ്പനികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ FCI ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ചുളുവിലയ്ക്ക് കൊടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ അവർ ചെയ്തിരിക്കുന്നത്? ഇനി കേന്ദ്രത്തിന് ഇവിടുത്തെ അരി അല്ലെങ്കിൽ ഭക്ഷ്യധാന്യം കൊടുക്കാൻ, വില കുറച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അതിന് ആദ്യം ചെയ്യേണ്ടത് സപ്ലൈകോക്ക് അരി വാങ്ങാൻ അവസരം കൊടുക്കലാണ്. അത് ചെയ്തിട്ടില്ല. ഇനി കേന്ദ്രം ഇപ്പം നേരിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. ആരാണ് കൊടുക്കുന്നത്? കേന്ദ്രത്തിന്റെ കേന്ദ്രീയ ഭണ്ഡാർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാപനങ്ങളാണ്. നമ്മൾ എവിടെയെങ്കിലും കേന്ദ്രീയ ഭണ്ഡാറോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സഹകരണ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ മീഡിയ പ്രവർത്തകർ എവിടെയെങ്കിലും പോയിട്ട് ആ സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് 1 കിലോ പരിപ്പ് വാങ്ങിയിട്ടുണ്ടോ? അവിടെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരാണ് ഇവിടെ ഈ വിതരണം നടത്തുന്നതാണ് പറയുന്നത്. അവരൊന്നുമല്ല, BJPയുടെ ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളെ കൂടി പിന്നെ ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് കൊണ്ടു നടക്കണം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കേരളത്തിലെ റേഷൻ കടകൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും കൂടിയുള്ള സ്റ്റേറ്റിന്റെയും കൂടി സ്ഥാപനങ്ങളാണ്. നമ്മുടെ പൊതുവിതരണ കേന്ദ്രമാണ്. 15,000-ൽ താഴെ റേഷൻ കടകൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈകോന്റെ മാവേലി സ്റ്റോറുകൾ എല്ലാം കൂടി വേണമെങ്കിൽ നമ്മുടെ 10,000-20,000-ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു ഏകദേശം 45,000-55,000-ഓളം വരുന്ന ഷോപ്പുകൾ, ഈ പൊതുവിതരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഷോപ്പുകൾ കേരളത്തിൽ വളരെ അടിത്തറയുള്ള നെറ്റ്വർക്ക് നമുക്ക് കൂടിയുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് അരി വില കുറച്ച് കൊടുക്കണം, പഞ്ചസാര വില കുറച്ച് കൊടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഏജൻസികൾ വഴി കൊടുക്കാൻ തയ്യാറാവേണ്ടത്. കാരണം സംസ്ഥാനം, കേന്ദ്രം എന്ന് പറയുന്ന രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടെ നാട്. അപ്പോൾ അവിടെ കേന്ദ്രം ഭരിക്കുന്ന ആരാണ്, കേരളം ഭരിക്കുന്ന ആരാണെന്ന് മാത്രം നോക്കിയിട്ടല്ല ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കേന്ദ്രത്തിന് BJPക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്യാതെ ഇവിടെ കുറച്ച് സ്ഥലത്ത് അരിയും പരിപ്പൊക്കെ കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ജനങ്ങളെന്താ അങ്ങനെ ഒന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണോ? അപ്പോൾ ഇത് വോട്ട് കിട്ടാൻ വേണ്ടി
എന്തെങ്കിലും ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ജനങ്ങളായിരിക്കും മേടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചെയ്യുമ്പോൾ അവർ തീരുമാനിച്ചോളൂ എന്ത് വേണമെന്നുള്ളത്. അതോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ തവണയും LDF UDF തമ്മിലാണ് മത്സരം നടന്നത്. പക്ഷേ ഈ BJP ഒരു വലിയ രീതിയിലുള്ള മൂന്നാം കക്ഷി എന്നുള്ള പ്രചാരണം പല കോണുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് അത്തരത്തിൽ സുരേഷ് ഗോപി വന്നതുകൊണ്ട് വോട്ട് ഷെയർ കൂടിയ ഒരു പാർട്ടിനെ, അതൊരു തൃശ്ശൂർ വലിയൊരു സ്വാധീനമുള്ള പാർട്ടിയാണ് എന്നൊരു പ്രചാരണം അത് നടത്താൻ ചില കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നു, അത്തരത്തിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് BJP ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു BJPയുമായിട്ട് നമുക്കൊരിക്കലും സമ്പത്ത് വെച്ച് മത്സരിക്കാൻ കഴിയില്ല. BJPയുടെ ശക്തി എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സ് ആണ്. BJPയുടെ അല്ലെങ്കിൽ RSSന്റെ അല്ലെങ്കിൽ NDA അലയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഒന്നുമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അത് കോർപ്പറേറ്റ്സും BJPയും തമ്മിലുള്ള അലയൻസ് ആണ്. യഥാർത്ഥത്തിൽ അവരുടെ ഘടകകക്ഷി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ടാണ് 10,000 കോടി രൂപ ബോണ്ട് വഴി BJPക്ക് സംഭാവന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു തരത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി അതിനെ എതിർത്തുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ചല്ലോ. അപ്പോൾ സുപ്രീം കോടതി വിധിയെ നരേന്ദ്രമോദി പിന്നെ കുചേലൻ അവിൽ കൊടുക്കുന്നതും പിന്നെ കൈക്കൂലിയായിട്ട് കോടതി കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ കുചേലൻ കൊടുത്ത അവിലാണോ ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന 10,000 കോടി? അപ്പോൾ BJPയുടെ കയ്യിൽ വലിയൊരു സമ്പത്തുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ അധികാരത്തെ ഏത് തരത്തിലും, അത് ഭീഷണിയാണെങ്കിൽ ഭീഷണി, ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആ സ്വാധീനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അവർ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. അവർക്കിപ്പോൾ ഈ കോർപ്പറേറ്റ് പണം ഉണ്ടാകുമ്പോൾ ആ പണത്തിൻ്റെ മോടിയും അതിൻ്റേതായിട്ടുള്ള ഒരു തിണ്ണബലവും ഒക്കെ കാണിക്കാൻ അവർക്ക് കഴിയും. അത് വെച്ച് ഞങ്ങളിവിടെ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് വളർന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 2 മത്സരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഈ കേരളം ഭരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് 35 കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സീറ്റ് പോലും കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരം വാചക കസർത്തുകൾ നമ്മൾ പലതും കേട്ടിട്ടുള്ളതാണ്. അതല്ല പ്രശ്നം. ഇവിടെ അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ കോർപ്പറേറ്റുകളും തമ്മിലൊരു മത്സരമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. കോർപ്പറേറ്റുകളുടെ പിന്തുണ ഏതായാലും ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് അത്തരം പിന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊന്നും നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജനപിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും. എന്തായാലും ഇന്ന് ആദ്യ പരിപാടി എന്താണ് നമ്മുടെ പ്രധാന പ്രഖ്യാപനം? ഒരു ഇപ്പൊ ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് പോകണ്ട. ഇപ്പോൾ സെൻട്രൽ ഓഷ്യൻസ് കോളേജിൽ ഒരു പരിപാടി അവിടെ. അപ്പൊ ഇന്ന് മുതലൊക്കെ തുടങ്ങുകയാണ്. തീർച്ചയായും. എന്തായാലും VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി വരുന്നുവെന്ന് ചർച്ചകൾ സജീവമായ സമയത്ത് മുതൽ തന്നെ തൃശ്ശൂരിൽ LDFും UDFും തന്നെ വളരെ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ ജനങ്ങളുടെ പ്രതീക്ഷകളെ ഒക്കെ അതിനനുസൃതമായി തന്നെ ഇപ്പോൾ LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതായാലും വന്നിരിക്കുകയാണ്. ഇനിയും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന, തൃശ്ശൂര് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന, ഒരു കാലത്ത് CPIയുടെ വളരെ പ്രതാപമുള്ള ഒരു മണ്ഡലമായ തൃശ്ശൂർ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് LDF ഏതായാലും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിക്കുകയാണ്. ആസിഫ് മുഹമ്മദ്, മീഡിയ 1, തൃശ്ശൂർ.